ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2024 ലാബ് 18 ഫങ്ഷൻസ്, അതിൽ നിന്നും പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ വിശദമായ ഉത്തരങ്ങളുമാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. 3 ചോദ്യങ്ങളിലായി 8 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം R to R and say whether it is 1-to-1 or on-to. Write the reason. 3 ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനുകളുടെയൊക്കെ ഗ്രാഫ് വരച്ചിട്ട് ആ ഫംഗ്ഷനുകൾ 1-1 on-to ഫംഗ്ഷനുകളാണോ എന്ന് നോക്കുക, കാരണം എഴുതുക. നമുക്കൊരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് 2x³ - 4x+2 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ആ ഫംഗ്ഷൻ 1-1 ആണോ എന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാം, ഗ്രാഫ് വരയ്ക്കേണ്ടത് ഇൻപുട്ട് ബാറിലാണ്, അല്ലേ? ഗ്രാഫ് വരയ്ക്കുന്നതിന് ആവശ്യമായ കമാൻഡ് കൊടുക്കേണ്ടത് ഇൻപുട്ട് ബാറിലാണ്. 2x³ - 4x+2 ആണല്ലോ. ഞാൻ ടൈപ്പ് ചെയ്യുന്നു 2x³ - 4x+2 എന്ന് ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുന്നു. ഫംഗ്ഷൻ ഗ്രാഫ് എനിക്ക് ലഭിക്കുന്നു. ഈ ഗ്രാഫ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഈ ഫംഗ്ഷൻ 1-1 ആണോ അല്ലേ എന്ന്. 1-1 ആണോ? അല്ല. എന്തുകൊണ്ട് 1-1 അല്ല? ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല എന്ന് മനസ്സിലാകും. നമുക്ക് തിരിച്ചും പറയാം, 2 എന്നുള്ള y വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. 2 എന്നുള്ള കോഡൊമൈനിലെ ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. 1 എന്നുള്ള എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. ദേ ഇവിടെ മുതൽ ഇതുവരെയുള്ള y വാല്യൂസിനൊക്കെ ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. അങ്ങനെ 1-1 അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി on-to ആണോ? on-to ആണല്ലേ. എന്തുകൊണ്ടാണ് on-to ആകുന്നത്? എല്ലാ y വാല്യൂസിനും എല്ലാ റിയൽ നമ്പേഴ്സിനും പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? on-to ആണ്. എല്ലാ y വാല്യൂസിനും പ്രീ ഇമേജസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യം നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു x-ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. x-ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, കണ്ടല്ലോ എല്ലാവരും? x-ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ലൈന് കാണാൻ പറ്റും. ഓക്കെ, x-ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈന് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്തിനാണ് x-ആക്സിന് പാരലായിട്ടുള്ള ലൈൻ വരച്ചത്? ഈ ഒരു ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫംഗ്ഷൻ 1-1 ആണോ on-to ആണോ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാൻ പോവാം. ശ്രദ്ധിക്കൂ, ഈ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ x-ആക്സിന് പാരലായിട്ട് ലൈന് ഈ ഗ്രാഫിലൂടെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടൊക്കെ ഒരൊറ്റ പോയിന്റിലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടൊക്കെ ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പോയിന്റിന് ശേഷം ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കണ്ടോ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നു. 1, 2, 3 ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം 1-ന് 3 പ്രീ ഇമേജസ് ഉണ്ടെന്ന് അർത്ഥം. 1-ന് 3 പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ 1-1 അല്ലല്ലോ. അല്ല, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല? 1-1 അല്ല. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് 1-1 അല്ല എന്ന് പറയുന്ന രൂപം മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു y വാല്യൂവിന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ അത് 1-1 അല്ല. ഇവിടെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ ഗ്രാഫിൽ നിന്ന് എന്ത് മനസ്സിലാകും? 1-1 അല്ല എന്ന് മനസ്സിലാവും. ഓക്കെ, on-to ആണെന്ന് എങ്ങനെ നോക്കുക? ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ
മുഴുവൻ സമയത്തും ഈ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വൈ വാല്യൂസിനും പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈനും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ എന്താ? ഓൺ ടു ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പൂർണ്ണമായിട്ടും ബോധ്യമായല്ലോ. ഇനി രണ്ടാമത്തെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ 3x³ പ്ലസ് x - 1ന്റെ ഗ്രാഫല്ലേ വരക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരക്കാം കേട്ടോ. 3x³ പ്ലസ് എക്സ്, 3x³ പ്ലസ് എക്സ്, 3x³ പ്ലസ് എക്സ്, 3x³ പ്ലസ് എക്സ്, ദെൻ -1 അല്ലേ? 3x³ പ്ലസ് എക്സ് -1 ഓക്കെ. 3x³ പ്ലസ് എക്സ് -1 ആകുന്ന സമയത്ത് നോക്കൂ, ഇങ്ങനെയാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. ഈ ഗ്രാഫിന് വളഞ്ഞിട്ടുണ്ടോ, ബെൻഡുണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ മാത്രമല്ലേ മീറ്റ് ചെയ്യുള്ളൂ, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും 1 1 ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് മനസ്സിലാകും അല്ലേ? ഓൺ ടു ആണോ? തീർച്ചയായിട്ടും. കാരണം മുഴുവൻ സമയത്തും ഈ ഗ്രാഫിനെ ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ഓൺ ടു ആണ്, 1 1 ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, -s³ പ്ലസ് 3x പ്ലസ് 1 ആണല്ലേ? ഓക്കെ, -s³ 3 മാറ്റി -s³ ആക്കി. നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. പ്ലസ് 3x -s³ പ്ലസ് 3x, ദെൻ പ്ലസ് 1 ഓക്കെ, പ്ലസ് 1. ശരി, ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുന്നു. എന്ത് മനസ്സിലായി? കണ്ടപ്പോഴേ മനസ്സിലായി 1 1 അല്ല. വിശദീകരിക്കുന്നില്ല കേട്ടോ. ഓൺ ടു ആണ്. അപ്പോൾ 1 1 അല്ല, ഓൺ ടു ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും 3 ചോദ്യങ്ങളുടെയും ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് അത് ആൻസർ ഷീറ്റിൽ എഴുതുക എന്നറിയണ്ടേ? യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. f(x) 1 1 ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല. കാരണം ദി സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസ്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് എഴുതിയാൽ മതി. മീൻസ് ദി ഗ്രാഫ് ഓഫ് f(x) അറ്റ് മോർ ദാൻ 1 പോയിന്റ്. നമ്മളെല്ലാവരും കണ്ടല്ലോ, ആ വളഞ്ഞ സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ 2 ഇൻ ദി കോഡൊമൈൻ ഹാസ് മോർ ദാൻ 1 പ്രീ ഇമേജ്. 2 എന്നുള്ള നമ്പറിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. 2 മാത്രമല്ല, ഞാൻ ഒരുപാട് നമ്പർ പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരു നമ്പറിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മുകളിലുള്ള പോലെ എഴുതാം. ഇനി ഓൺ ടു ആണെന്ന് എങ്ങനെ പറയാം? റേഞ്ച് ഓഫ് f(x) 6 ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ഓൺ ടു ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും എല്ലാ സമയത്തും മീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓൺ ടു ആണെന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള 2 ചോദ്യങ്ങളുടെയും ആൻസർ എഴുതേണ്ടത്. ആൻസർ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കാം. വൃത്തിയായിട്ട് ആൻസർ ഷീറ്റിൽ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് എഴുതി വെക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് 1 1 ആണ് എന്നാകുമ്പോൾ ഈ രൂപത്തിലാണ് ആൻസർ എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം 1 1 അല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അല്ലേ? ശരി, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം R to R. ഈ 3 ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് മാർക്ക് ഉള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന് മാത്രം ചെയ്താൽ മതിയാകും. ഗ്രാഫ് വരക്കുന്നു, എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരി, നമുക്കൊരു ജിയോജിബ്ര വിൻഡോയിലേക്ക് പോകാം, അല്ലെങ്കിൽ നേരത്തെ ഉള്ളത് എടുത്താലും മതി. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ടത് x² - 2x - 2ന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫൊക്കെ എവിടെയാണ് വരയ്ക്കുന്നത് എന്നൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻപുട്ട് ബാറിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. x² - 2x - 2. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ? എല്ലാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആണ്, അതുകൊണ്ട് എല്ലാം പരാബോളകളാണ്. അപ്പോൾ ആദ്യത്തെ പരാബോള x² - 2x - 2 എന്നുള്ള പരാബോള ഞാൻ വരച്ചു കഴിഞ്ഞു അല്ലേ? ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഈ ഗ്രാഫ് ശ്രദ്ധിച്ചിട്ട് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ്. പ്രയാസമുണ്ടോ റേഞ്ച് കണ്ടുപിടിക്കാൻ? നമ്മൾ പഠിച്ചതല്ലേ, റേഞ്ച് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ വൈ വാല്യൂ എവിടെയാണെന്ന് നോക്കേണ്ടത് അല്ലേ? -3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് വൈ വാല്യൂ കിടക്കുന്നത് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് നമുക്ക് റേഞ്ച് കാണാം. ഇവിടെ ഒന്നും ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താ? -3 ഇൻഫിനിറ്റി. ഓക്കെ, -3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഈ ഫംഗ്ഷൻ്റെ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ. -3 ഇൻഫിനിറ്റിയാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത് അല്ലേ? റീഡിഫൈൻ ദി ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ.
ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ? അല്ല. എന്തുകൊണ്ട് ബൈജക്റ്റീവ് അല്ല? ദേ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് ചെയ്യുന്നു. 1 1 അല്ല, R to R എന്നാണല്ലോ ഡെഫിനിഷൻ. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിനും പ്രീമേജ് വേണമല്ലോ. ഈ റിയൽ നമ്പേഴ്സിനൊക്കെ പ്രീമേജ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓൺ ടു അല്ല. അപ്പോൾ ഇതിനെ 1 1 ഓൺ ടു ആക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ലൈൻ 2 പോയിന്റിൽ മീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വളവുണ്ടാകാൻ പാടില്ല, അല്ലേ? വളവുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഡൊമൈൻ ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. അതങ്ങ് മാറ്റിയിട്ട് വളവ് തുടങ്ങുന്ന 1ൽ നിന്നല്ലേ, 1ൻ്റെ അപ്പുറത്തേക്കല്ലേ വളയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്നുകിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒഴിവാക്കണം. ഞാൻ ലെഫ്റ്റ് സൈഡ് ഒഴിവാക്കുക. എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാകുമ്പോൾ ഈ ഭാഗം ഞാൻ അങ്ങ് ഒഴിവാക്കുക. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് ഞാൻ കൊടുക്കേണ്ട കമാൻഡ് എന്താണെന്നറിയോ? എഫ് കോമ, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് എഫ് ആണല്ലോ, കോമ എപ്പോഴും മാത്രം നമുക്ക് മതി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നിങ്ങൾ പറ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? 1ൻ്റെ പുറത്തേക്കല്ലേ വളഞ്ഞത്. അപ്പം എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ ഒരു ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഗ്രാഫ് കിട്ടിയില്ലേ? നോക്കൂ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് 1 1ൻ്റെ ഗ്രാഫ് ആണെന്ന്, 1 1 ഫംഗ്ഷൻ ആണെന്ന്. കാരണം ഒറ്റ പോയിന്റിലെ മീറ്റ് ചെയ്യുന്നുള്ളൂ, കണ്ട, ഒറ്റ പോയിന്റിലെ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് 1 1 ആയി. ഇനി ഓൺ ടു ആക്കണമെങ്കിൽ റേഞ്ച് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഡൊമൈൻ R ആണല്ലോ, അല്ലേ? ആ കോഡൊമൈൻ R മാറ്റിയിട്ട് ഇതിൻ്റെ റേഞ്ചിലേക്ക് റീഡിഫൈൻ ചെയ്യണം. എന്താ റേഞ്ച്? -3 ഇൻഫിനിറ്റി. ഇപ്പോൾ ഏത് ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണ്? എഫ് ഫ്രം R to R എന്നുള്ളത് മാറിയിട്ട് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 1 ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -3 ഇൻഫിനിറ്റി എന്ന് റീഡിഫൈൻ ചെയ്ത ഈ പുതിയ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്തിട്ടും പറയാം. അതായത് ജി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1 ആണെന്നല്ലോ, അത് മാറ്റിയിട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതെന്താകും? 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആവും. ദേ ഈ ഒരു ഭാഗം എടുത്താലും കറക്റ്റാണ്. ഓക്കെ, എന്തെടുത്താലും ഏത് രൂപത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഡി? ശരി, അടുത്തത് s² - 4x + 5 ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരു ചോദ്യം മാത്രം ചെയ്താൽ മതി, അല്ലേ? അപ്പം ഞാൻ രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് പറയാം. s² - 4x 2 മാറ്റിയിട്ട് 4 ആക്കി, 4x + 5. ഓക്കെ, +5 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും കേട്ടോ. +5. ഓക്കെ, ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അല്ലേ? ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നോക്കൂ, ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണുമ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല, ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്യുന്നു, അല്ലേ? ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? അല്ല, കാരണം ഈ റിയൽ നമ്പേഴ്സിനൊന്നും പ്രീമേജ് ഇല്ല, അല്ലേ? ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യം എന്താ? ഗ്രാഫ് കണ്ടിട്ട് റേഞ്ച് പറയാനല്ലേ? റേഞ്ച് മക്കൾ പറഞ്ഞോളൂ. യെസ്, 1 മുതൽ ഇൻഫിനിറ്റി വരെ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 1 ഇൻഫിനിറ്റിയാണ് റേഞ്ച്, അല്ലേ? ഫംഗ്ഷൻ ഡൊമൈനോ R ആണ്. R ആകുന്ന സമയത്ത് 1 1 അല്ലല്ലോ. 1 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കണം. ഇവിടെ നിന്ന് പറയുമ്പോൾ എന്താ? എക്സിൻ്റെ വാല്യൂ 2 അല്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ 1 ആകുന്ന ഭാഗം ഒഴിവാക്കണം. അതായത് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ? യെസ്, ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ 2ൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ഇല്ലാതെയാവും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നെ കാണുമ്പോൾ കണ്ട 2ൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ഇല്ലാതെയായി. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തായി മാറി? 1 1 ആയി. ഓൺ ടു ആക്കാൻ R ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എങ്ങോട്ട് ഡിഫൈൻ ചെയ്താൽ മതി? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 1 ഇൻഫിനിറ്റിയിലേക്ക് ഡിഫൈൻ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, അല്ലേ? s² - 6x + 11 ഞാൻ മാറ്റുന്നു. s² - 6x, x² - 6x + 11. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. s² - 6x + 11ൻ്റെ ഗ്രാഫ് ഇതാണ്. 1 1 അല്ല, അല്ലേ? ഓൺ ടു അല്ല. 1 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 3യേക്കാൾ വലുതാകുന്ന സമയത്തേക്ക് റീഡിഫൈൻ ചെയ്യണം. എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആക്കി മാറ്റണം. ഓക്കെ, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 3 ആക്കി മാറ്റുമ്പോൾ ആ വളവിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. 1 1 ആയി, അല്ലേ? ഓൺ ടു ആയല്ലോ. ഓൺ ടു ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓൺ ടു ആക്കാൻ 2 ഇൻഫിനിറ്റിയിലേക്ക് റീഡിഫൈൻ ചെയ്യാം. 6ൽ നിന്ന് മാറിയിട്ട് 2 ഇൻഫിനിറ്റിയിലേക്ക് റീഡിഫൈൻ ചെയ്യാം. കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ABCയുടെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലേ? അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ആൻസർ എങ്കിൽ ദാ ഇതേപോലെയാണ് എഴുതേണ്ടത്. റേഞ്ച് ആദ്യം എഴുതുന്നു,
റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ, നമ്മൾ മാറ്റിയ ഡൊമൈൻ എഴുതുന്നു. റെസ്ട്രിക്റ്റഡ് കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണോ റേഞ്ച് അതാണ് റെസ്ട്രിക്റ്റഡ് കോഡൊമൈൻ. ഫംഗ്ഷൻ റേഞ്ചിലേക്കാണ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്, കോഡൊമൈനെ റേഞ്ചിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓക്കെ, അവസാനം ഗ്രാഫ് ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ വരച്ചത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭാഗത്തേക്ക് മാത്രം അത് വരച്ചു എന്ന് എഴുതി വെച്ചാൽ മതി. ഗ്രാഫ് ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ പ്ലോട്ടഡ് ഇൻ ദി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഈ എഴുതുന്ന ശൈലി, ആൻസർ എഴുതുന്ന ശൈലി കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇതേപോലെ ആൻസർ ഷീറ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, 2, 3ൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ജിയോജിബ്ര വിൻഡോ വെച്ച് പറഞ്ഞ അതേ കാര്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് കണ്ടാൽ ആൻസർ എഴുതേണ്ട ശൈലിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 3 ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുന്നു, എന്നിട്ട് അതിൻ്റെ റേഞ്ച് എഴുതുന്നു, അതിനെ റീഡിഫൈൻ ചെയ്യുന്നു, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, എന്നിട്ട് ആ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ ഗ്രാഫ് വരക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനുകളൊക്കെ തന്നിരിക്കുന്നത് എന്ത് ഫംഗ്ഷനാണ് ഇതൊക്കെ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലേ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂസ് നമ്മൾ സാധാരണ പറയാറുള്ളത് പിന്നെ റേഡിയനിലാണല്ലോ അല്ലേ? സാധാരണഗതിയിൽ ഇവിടെ നമ്മുടെ എക്സ് ആക്സിസിലെ വാല്യൂസ് ഉണ്ടായിരിക്കുക 0, 1 എന്നുള്ള രൂപത്തിലുണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഈ രൂപത്തിലായിരിക്കും എക്സ് ആക്സിൽ സാധാരണഗതിയിൽ വാല്യൂസ് ഉണ്ടായിരിക്കുക 0, 1 ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സിൽ പോകുന്നു, എക്സ് ആക്സിസ് സെലക്ട് ചെയ്യുന്നു. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഡിസ്റ്റൻസ് അൺടിക്ക് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, അത് ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഈ π/2 എന്നുള്ളത് ഒപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ π/2 എന്നുള്ളതിന് മാറ്റി എന്താക്കുക, π/4 എന്നാക്കുക. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, π/4 എന്ന് മാറ്റുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു എക്സ് ആക്സിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടാം. ഇനി വേണ്ടത് 3 sin 2x ഗ്രാഫ് വരക്കണം അല്ലേ? 3 sin 2x, sin 2x എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 2x എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് 3 sin 2x ഗ്രാഫ്. നിങ്ങൾ പറ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ പറ, ഈ ഫംഗ്ഷൻ്റെ എന്താത്ത ക്വസ്റ്റ്യന്, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ക്ലോസ്ഡ് ഇൻ്റർവെൽ -3, 3 സംശയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് യെസ്, ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുക. എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് റേഞ്ച് ഉള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -3, 3 ക്ലിയർ ആണല്ലോ? ശരി, 1, 1 അല്ലല്ലോ, ഒരുപാട് സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓൺ ടു ആണോ? R to R ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഓൺ ടു അല്ലല്ലോ, അല്ല. ഓക്കെ, ഓൺ ടു ആകണമെങ്കിൽ അതിൻ്റെ റേഞ്ചിലേക്ക് റീഡിഫൈൻ ചെയ്യണം അല്ലേ? ശരി, അപ്പോൾ അടുത്ത ചോദ്യം എന്താ? ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനൊക്കെ റീഡിഫൈൻ ചെയ്ത് ബൈജക്ഷൻ ആക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ പറ, ഇതിന് എത്ര ബെൻഡ് ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി ബെൻഡ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഒരൊറ്റ ഭാഗം മാത്രമേ ബെൻഡില്ലാത്ത ഭാഗമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ രൂപത്തിൽ ഇതിനെ 1, 1 ആക്കാൻ പറ്റും, ഒരുപാട് രൂപത്തിൽ 1, 1 ആക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും ചെറിയ രൂപമാണ് നമ്മൾ എടുക്കുക. നോക്കിയേ, -π/4 മുതൽ π/4 വരെയുള്ള ഈ ഭാഗം മാത്രം എടുക്കുക. അങ്ങനെ എടുത്തിട്ടൊരു ഗ്രാഫ് വരക്കുക. ഓക്കെ, ഡൊമൈൻ 6 ആണ് നിലവിലുള്ളത്, അതിനെ മാറ്റിയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/4 π/4 ആക്കി മാറ്റുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. -π/2 π ആണെങ്കിൽ ഇതേ ഈ രൂപത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ -π/4 π/4 ആകുമ്പോഴോ യെസ്, എഫ് എന്നുള്ള ഫംഗ്ഷനല്ലേ നമ്മൾ മാറ്റുന്നത്? -π/4 less than or equal to x less than or equal to π/4 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വലിയ ഫംഗ്ഷൻ്റെ ഒരു ചെറിയൊരു പീസ് ആൻസർ ആയിട്ട് കിട്ടും. ഈ ഫംഗ്ഷൻ എന്താ? 1, 1 ആണ്. ഇത് -3, 3യിലേക്കാണ് റീഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഓൺ ടൂമാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ 1, 1 ഓൺ ടു ഫംഗ്ഷനാക്കി മാറ്റിയില്ലേ? സിമ്പിൾ അല്ലേ? ഒരു ചോദ്യമല്ലേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. 3 sin 2x ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. 2 sin 2x ആകുമ്പോഴോ യെസ്, ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. 3 മാറി എന്താകൂടാ 2 എന്നാകും. ഓക്കെ, 3 മാറിയിട്ട് 2 എന്നാകും. അപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. -2, 2ലേക്ക് റീഡിഫൈൻ ചെയ്യപ്പെടും. ഓക്കെ, -2, 2 ആയിരിക്കും അതിൻ്റെ റേഞ്ച്. അങ്ങോട്ട് റീഡിഫൈൻ ചെയ്യും. അന്നേരമുള്ള ഫംഗ്ഷൻ നിങ്ങൾ കണ്ടോ? അന്നേരമുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഏതാ? യെസ്, ഇതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. -π/4 തന്നെ ഡൊമൈൻ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അടുത്ത 3 cos 2x നമുക്കൊന്ന് കാണാം. 3 cos 2x. അപ്പോൾ ഞാൻ 2 മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? 3 ആക്കുന്നു. ഓക്കെ, 3 cos 2x ആണല്ലേ? 3 cos 2x സൈന് മാറ്റിയിട്ട് കോസ് ആക്കുന്നു. ഓക്കെ, സൈൻ മാറ്റിയിട്ട് കോസ് ആക്കുന്നു. അപ്പോൾ 3 cos 2x ഗ്രാഫ് കിട്ടുന്നു. നിങ്ങൾ പറ, എല്ലാ ക്വസ്റ്റിനും ആൻസർ പറ. എന്താ റേഞ്ച്? ക്ലോസ്ഡ് ഇൻ്റർവെൽ
-3 അല്ലേ? ഈ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കാൻ നേരത്തെ ചെയ്ത പോലെ -π/4 എടുത്താൽ മതിയോ? പറ്റില്ല. കാരണം അന്നേരം ഈ ഒരു ഗ്രാഫാണ് കിട്ടുക അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 0 മുതൽ π/2 വരെ എടുക്കാം. 0 മുതൽ π/2 വരെയുള്ള ഭാഗം എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത്? ഈ g(x) നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചതുകൊണ്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 0 മുതലാണ് വേണ്ടത്. -π/4 ഞാൻ ഒഴിവാക്കുന്നു. എന്നിട്ട് 0 < π/2 അല്ലേ വേണ്ടത്? യെസ്, π/2 എന്നാക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഏത് ഭാഗം കിട്ടുന്നു? 0 മുതൽ π/2 വരെയുള്ള ഈ ഭാഗം കിട്ടും. ആ ഭാഗം മാത്രമാകുന്ന സമയത്ത് നോക്കിയേ, ഇത് 1 ആണ്. അതേപോലെ -3 ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1 ആണ് അല്ലേ? വളരെ ക്ലിയർ ആണല്ലോ. എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ആൻസർ എഴുതേണ്ട ശൈലി കൂടെ വേണം അല്ലേ? ആൻസർ എഴുതേണ്ട ശൈലി ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് റേഞ്ച് എഴുതുന്നു, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എഴുതുന്നു, റെസ്ട്രിക്റ്റഡ് കോഡൊമൈൻ എഴുതുന്നു, അവസാനം ഗ്രാഫ് നമ്മൾ വരച്ചത് എക്സ്റ്റേണൽ എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആൻസർ ഷീറ്റിൽ ഗ്രാഫ് ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ പ്ലോട്ടഡ് ഇൻ ദി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് എഴുതി വെക്കുന്നു. ഓക്കെ, എല്ലാ ലാഭം വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2ൻ്റെയും 3ൻ്റെയും ആൻസർ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻസർ എഴുതേണ്ട ശൈലി ഇങ്ങനെയാണ്. ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാവുന്ന ലാബാണ് ലാബ് 18. ഏറ്റവും നന്നായിട്ട് പലതവണ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലാബുള്ളവർ അത് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഏറ്റവും എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ലാബ് എക്സാമിൽ സന്തോഷമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മനോഹരമായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ.